ഹലോ ഗായ്സ്, നമുക്കിത് നല്ല കേരള സ്റ്റൈൽ ലോബ്സ്റ്റർ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നല്ല ഫ്രഷ് ലോബ്സ്റ്റർ കിട്ടി. അപ്പോൾ നമ്മുടെ മാമ അത് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഫ്ലഷാണ് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാനിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് പച്ചമുളക്, സവാള, വേപ്പില, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കറിയിലേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കറിയിൽ യൂസ് ചെയ്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ജീരകപ്പൊടി. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല രീതിയിൽ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലോബ്സ്റ്ററിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ചെമ്മീൻ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ലോബ്സ്റ്ററിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒത്തിരി തിളക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഞാനിവിടെ ബ്രെഡാട്ടോ. ഞാൻ നേരത്തെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് കാരണം കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ബ്രെഡ് ഉണ്ട്. ദെൻ ഇത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. മാമയ്ക്കും കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ലോബ്സ്റ്ററൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് നിങ്ങൾ കറി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദെൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷ് സൈനിങ് ഓഫ്.